ഹേ ഗൈസ്, അപ്പോൾ ഫൈനലി നമ്മുടെ ഗെയിമിലേക്ക് നമ്മൾ കാത്തിരുന്ന റോൾസ് റോയ്സ് കാറും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് ആഡായിട്ടുണ്ട് ഗൈസ്. അപ്പം ഇനി അത് ഏത് രീതിയിൽ കൂടെ എങ്ങനെയാണ് നമ്മുടെ ഗെയിമിലേക്ക് ആഡായെന്നും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ഇത് RGS മെനു വഴിയാണ് ഗൈസ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, RGS മെനുവിൽ നിന്ന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾ അവിടുന്ന് നേരെ അത് RGS മെനുവിൽ കൊണ്ടുപോയി ലോഡ് ചെയ്താൽ മതി ഗൈസ്. അപ്പം അതൊക്കെ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് ഗൈസ്. അപ്പം അതിനായിട്ട് നിങ്ങൾ ആദ്യം നേരെ ഗെയിം എടുക്കുക. ഇതിപ്പോൾ എന്തോ ഗൂഗിൾ ക്രോം ഇതിനകത്തിൻ്റെ ഗൈസ്, ഞാൻ ക്ലിക്ക് ചെയ്യുന്നതിന് ഞാൻ തരുന്ന ലിങ്കെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ആയിരിക്കും വരുന്നത്. ഗൂഗിൾ ക്രോമിലോട്ട് പോകും. അവിടെ ROLLS.GLB എന്ന് എഴുതി കാണിക്കും. അതിന് ശേഷം താഴെ ഡൗൺലോഡ് എന്നും എഴുതി കാണിക്കും. അതിൽ നിങ്ങൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൗൺലോഡെ കൊടുക്കുക. അന്നേരം ഇങ്ങനെ ഡൗൺലോഡായി ഫയൽ ഡൗൺലോഡ് എന്ന് എനിക്കിവിടെ കാണിച്ചിട്ടുണ്ട്. അന്നേരം ഞാൻ ഇപ്പോൾ ഫയൽ മാനേജറിൽ പോയി ആ ഫയൽ അവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണ് ഗൈസ്. കാരണം ഇതിന് മുമ്പ് ഒക്കെ ബഗ്ഗായ കുറേ ഫയലൊക്കെ കിടപ്പുണ്ടല്ലോ. അപ്പോൾ ആ ഫയലൊക്കെ ഉണ്ട്. ആ റോൾസ് റോയ്സ് ഫയൽ, പുതിയ ഫയൽ അവിടെ ഉണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ നേരെ നെറ്റ് ഓഫ് ആക്കിയിട്ട് ഗെയിമിൽ കയറിയിട്ട് പുറത്തോട്ടിറങ്ങിയിട്ട് നമ്മുടെ വീടിന് പുറത്തോട്ടിറങ്ങിയിട്ട് ഇവിടെ ഓൾറെഡി കിടപ്പുണ്ട്. അതേ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ROLLS1.GLB എന്ന് അവിടെ കാണും ഗൈസ്. അപ്പം നിങ്ങൾക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ പറഞ്ഞ മെത്തേഡൊക്കെ ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്കത് കിട്ടുകയുള്ളൂ. ഫസ്റ്റ്ലി ഞാൻ തരുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അവിടുന്ന് നേരെ നിങ്ങൾ ഗൂഗിൾ ക്രോമിലോട്ടും ചെല്ലും. അവിടുന്ന് നേരെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഫയൽ മാനേജറിൽ പോയി വേണ്ടവർക്കാണെങ്കിൽ പോയി ചെക്ക് ചെയ്യുക. അല്ലാത്ത പക്ഷം നേരെ ഗെയിമിലോട്ട് നെറ്റ് ഓഫ് ചെയ്തിട്ട് കയറുക. അല്ലെങ്കിൽ ആഡും കാര്യങ്ങളൊക്കെ വരും, ഫുൾ ബഗ്ഗായി പോവും. നെറ്റ് ഓഫ് ചെയ്തിട്ട് ഗെയിമിൽ കയറുക. എന്നിട്ട് നേരെ ഇങ്ങനെ കോപ്പി ചെയ്യുക. പിന്നെ ഗൈസ്, ഇത് കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ വണ്ടി മോഡിഫൈ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. വീൽ അപ്ഗ്രേഡ് ചെയ്യാനും വീല് സൈസ് കുറയ്ക്കാനും ഒക്കെ നിങ്ങളൊക്കെ ചെയ്ത് നോക്കിയാൽ മതി ഗൈസ്. ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അത്ര പെർഫെക്ഷൻ ഒന്നും കിട്ടുകയില്ല, മനസ്സിലാവുകയില്ലായിരിക്കും. ഗൈസ്, എനിക്കിവിടെ വീലൊക്കെ അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് ഗൈസ്. പിന്നെ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനമാണ്. പഴയ റോൾസ് റോയ്സിനെ അപേക്ഷിച്ച് എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ട ഈ പുതിയ റോൾസ് റോയ്സാണ്. പിന്നെ ഗൈസ്, ഇതാണ് ഇൻറ്റീരിയർ, സാധനമാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ മാക്സിമം പോയി ഒന്ന് എടുത്ത് നോക്കുക ഗൈസ്. പിന്നെ അങ്ങനെ ഇതിനെപ്പറ്റി പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല ഗൈസ്. മാരക വണ്ടി, നൈസ് സാധനം. എനിക്ക് പഴയതിനേക്കാളും ഇഷ്ടപ്പെട്ട ഇതാട്ടോ. ഒരു വിൻറ്റേജ് ലുക്കുണ്ട് ആ സംഭവത്തിന്. നൈസാണ് ഗൈസ്. ഉള്ള പറയല്ലോ, കുറ്റമൊന്നുമില്ല, നല്ലത് മാത്രമേ പറയാനുള്ളൂ നമുക്ക്. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഗൈസ് നമുക്ക് ഇതിൻ്റെ അകത്ത് മറ്റേ CP വെച്ച് മറ്റേ ഗ്രാഫിക്സ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും ഗൈസ്. അത് ഞാൻ ഇവിടെ നിങ്ങൾ RGS സ്റ്റുഡിയോയിൽ പോയിട്ട് ലോഡ് CP കൊടുത്താൽ മതി ഗൈസ്. അന്നേരം നിങ്ങൾ നിങ്ങളുടെ ഗാലറി ചെല്ലും. അതിന് നിങ്ങളൊരു ഗ്രാഫിക്സ് സെലക്ട് ചെയ്യുക. അന്നേരം ആ രീതിയിലായിരിക്കും ഗൈസ് ഗ്രാഫിക്സ്. അന്നത്തെ പെയിൻറ്റ് മാറ്റുമ്പോൾ ഇങ്ങനെ ഒരു വല്ലാത്തൊരു ടെക്സ്ചർ വരും ഗൈസ്. അപ്പം ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ടാറ്റ, ലവ് യു ഓൾ, ടേക്ക് കെയർ ഗൈസ്. ടാറ്റ.